ഹായ് ഫ്രണ്ട്സ്, agri ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളെ വീട്ടിലുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിനെ കുറിച്ചാണ്. അതെങ്ങാനും ഇല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും ഒരുപാട് സമയം, ഒരു അരമണിക്കൂർ പോയി കിട്ടുന്ന ഒരു വലിയൊരു പ്രോബ്ലം തീർക്കുക എന്നുള്ളതിനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് ഒന്ന് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളെ തേങ്ങാപ്പാര. അതില്ലെങ്കിൽ കത്തി കൊണ്ട് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് അത് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നു, അത് തുരുമ്പ് പിടിച്ച് പോയി. അപ്പോൾ തുരുമ്പ് പിടിച്ച് പൊട്ടിയും പൊളിഞ്ഞൊക്കെ അത് ഒഴിവാക്കി. അപ്പോൾ ഞാൻ തന്നെ എനിക്കൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാരയിലൊക്കെ എന്തിരിക്കണമെന്നല്ലേ. അപ്പോൾ ഈ പാര ഉണ്ടാക്കുന്നത് വലിയ പുതുമയൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നിങ്ങൾക്കത് ഉണ്ടാക്കണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പാര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു എൽക്ലാമ്പ്, 10 mm ഒരു കമ്പി, അതുപോലെ തന്നെ 1:1 അല്ലെങ്കിൽ 1.25 ഒരു സ്ക്വയർ പൈപ്പ്. നല്ല കേജുള്ളതാണ്, ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ പാര പൊളിക്കാനുള്ള ആവശ്യമുള്ള ആ കൂർത്ത ഭാഗം, അത് ഞാൻ 1.25 പട്ട കട്ട് ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വാഷർ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗമാണ് ബെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടത്. പിന്നെ ഈ കൂർപ്പുള്ള ഭാഗം, തേങ്ങ പൊളിക്കുന്ന ആ കൂർപ്പുള്ള ഭാഗം ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ചെറുതും വലുതും എന്തിനാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അടിയിൽ ഞാൻ ഇത് ചെയ്യാനായിട്ട് ആ പൈപ്പ് ഒന്ന് ചൂടാക്കി വളക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-4.5 ഇഞ്ച് വീതിയിൽ നീളത്തിലാണ് ഒരു അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം മാത്രം ചൂടാക്കിയിട്ട് അവിടെ വളച്ചു വെച്ചിട്ടുണ്ട്. ഇത് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടെമ്പർ ചെയ്യേണ്ടി കേട്ടോ. ആ ചൂടിൽ തന്നെ ഒന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് ടെമ്പർ ചെയ്താൽ നന്നായിരിക്കും. കണ്ടോ, ഇതേപോലെ ആ എൽക്ലാമ്പ് ഇതേപോലെ വെച്ച് അതിനുള്ളിലായിരിക്കണം, കറക്റ്റ് വീതിയിലായിരിക്കണം ആ കൂർത്ത ഭാഗം നിൽക്കേണ്ടത്. 2 വാഷർ 2 സൈഡിൽ വെക്കുമ്പോൾ അതിനുള്ളിൽ ചെറിയ ലൂസിൽ നിൽക്കാനേ പാടുള്ളൂ. കൂടുതൽ വീതി ആയി കഴിഞ്ഞാൽ പാര ഒരു കൂർത്ത ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്യാനായിട്ട്. ബിൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: ആദ്യം വലിയ ഭാഗം നമ്മൾ താഴെ ഭാഗത്ത് വെക്കണം, കമ്പിക്ക് മുകളിൽ അല്ലാതെ ഇതേപോലെ വെക്കണം. രണ്ടാമത്തെ ഭാഗം ആ കമ്പിൻ്റെ മുകളിലും ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ എൽക്ലാമ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ വലിയ ഭാഗം ഒന്ന് വെൽഡ് ചെയ്ത് നന്നായിട്ട് എല്ലാ ഭാഗവും സൈഡൊക്കെ ക്ലിയർ ആയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അല്ലാത്ത വശം തേങ്ങ പൊളിച്ച് നമ്മൾ ആ പാര പൊക്കുന്ന സമയത്ത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ വേണ്ടത് ഈ നമ്മൾ വളച്ചെടുത്തിട്ടുള്ള ആ 10 mm കമ്പി ഉണ്ടല്ലോ, അത് അതിനുള്ളിൽ വെച്ചിട്ട് 2 സൈഡിലായിട്ട് വാഷർ ഇട്ട് ക്ലിയർ ആയിട്ട് ആ വാഷറും കൂടി ഇതുപോലെ വെൽഡ് ചെയ്ത് നിർത്തണം. അത് നമ്മൾ അതിൽ ആ കൂർത്ത ഭാഗം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 സൈഡിലായിട്ട് വാഷർ വെക്കണം. വാഷർ വെക്കുന്നതും ഈ കൂർത്ത ഭാഗത്തിൻ്റെ അതേ അളവിൽ തന്നെ അത് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ആ വാഷറിൻ്റെ ഉള്ളിൽ കൂടി വേറൊരു കമ്പിയാണ് ഇട്ടിട്ടുള്ളത്. അത് വെൽഡ് ചെയ്യാനും ഇവിടെ പണിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഈ വാഷർ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കത്തിച്ച് വാഷർ കത്തിച്ച് കളയരുത്. അത് വൃത്തികേടുമാണ് പോരാത്തത്, അത് ഒരു ഉറപ്പ് കേട് കൂടിയാണ്. അതുകൊണ്ട് അത് ചെറിയ രീതിയിൽ സ്പോട്ട് ചെയ്ത് കത്തിച്ച് പോകണം. അല്ലെങ്കിൽ ഒരുപാട് കത്തിച്ച് കഴിഞ്ഞാൽ ആ വാഷർ അതിൻ്റെ ഷേപ്പൊക്കെ മാറി ഒരു വൃത്തികേടായി മാറും. നല്ല വൃത്തിയും ഈടും ഉറപ്പും ഭംഗിയൊക്കെ ഉള്ള ഒരു പാരയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളിതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഭാഗം നമ്മൾ വെൽഡ് ചെയ്ത് അതിനുള്ളിൽ തൽക്കാലം ഇട്ട ആ കമ്പി മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വളച്ച കമ്പി തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലുപ്പം കുറഞ്ഞ
ആ പാരക്കമ്പി ഉണ്ടല്ലോ, ആ കൂർത്ത ഭാഗം അത് ഈ കമ്പിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ താഴെ വെച്ചതും കമ്പിൻ്റെ മുകളിൽ വെച്ചതും ഒരേ നീളത്തിലും ഒരേ ഷേപ്പിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടും ഒരേ വലുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ കമ്പിൻ്റെ താഴെ ഉള്ളത് ഒരു വലുപ്പം, മുകളിൽ വെച്ചത് മറ്റൊരു വലുപ്പമായി മാറും. അത് നമുക്ക് ഇതിൻ്റെ ഉപയോഗത്തിന് ഭയങ്കരമായിട്ട് തടസ്സം വരും. ഇങ്ങനെ ഈ കമ്പിയിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്താണെങ്കിലും നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഉള്ളും പുറവും നന്നായി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മറ്റു പണികൾ തുടങ്ങാം. എല്ലാം അടിച്ചു കഴിഞ്ഞു. എല്ലാം ഇനി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് മിനുസപ്പെടുത്തി ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. കുറച്ച് കനം കൂടിയ പട്ട കഷ്ണം ആയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട്. കുറുപ്പ് കൂടിയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. കുറുപ്പ് കൂടിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അത്ര കൂർപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ആ തേങ്ങൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, ആ മുൻഭാഗത്ത് ചിരട്ടമ്മക്ക് എത്താത്ത ആ ഭാഗത്ത് കുത്തിയിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ഇത്ര കൂർപ്പുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കനം കൂടുതലായതുകൊണ്ട് തന്നെ മുൻഭാഗം നന്നായി ഞാൻ കൂർപ്പിച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ താഴെ ഭാഗമായിട്ടുള്ള ചവിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഒരു 5 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 4 ഇഞ്ച് വീതിയുള്ള ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കുകയാണ്. എല്ലാത്തിനും ഞാൻ ഫ്രെയിം ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഞാൻ കോഴിക്കോട് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിമിൻ്റെ കാര്യം പറയുന്നു. ഫ്രെയിമായിട്ട് ഉണ്ടാക്കി പോകുമ്പോൾ നമുക്ക് വർക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ തന്നെ സംഭവം നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ വർക്കിലൊക്കെ ഇങ്ങനെ ഫ്രെയിമുകൾ വരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഫ്രെയിം കൂട്ടിയിട്ട് തന്നെയാണ് ഇതിനുള്ള വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഫ്രെയിം ചെയ്തതിന് ശേഷം അതിന് സെൻട്രലായിട്ട് ഒരു 3/4 ഭാഗം വിട്ടിട്ട് ഒരു കമ്പി കഷ്ണം കൂടി ഞാൻ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഈടിനും ഉറപ്പിനും വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, 2 കമ്പി കഷ്ണം കൂടി ഇതേപോലെ വിലങ്ങൾ ഇതേപോലെ വെക്കുന്നുണ്ട്. അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കാലുഭാഗം ഉണ്ടല്ലോ, ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാര ഭാഗം അത് നിർത്തുന്നതിന് വേണ്ടി ഈ ഒന്നുകുന്നിൻ്റെ പൈപ്പ് നമ്മൾ അതിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് നോക്കിയിട്ട് തന്നെയാണ് ഞാനത് വെച്ചിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്ത് അതിനുള്ളിൽ വെച്ച് ശരിക്കും വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അല്ലാത്ത ദിവസം തേങ്ങ നമ്മൾ ചവിട്ടി പിടിച്ച് തേങ്ങ അതിൽ കുത്തിയിട്ട് ആ പെഡൽ പൊക്കുന്ന സമയത്ത് താഴെ ഭാഗം ഒന്നായിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 2 സൈഡിൽ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച 2 ചെറിയ കഷ്ണങ്ങളും ക്ലിയറായിട്ട് അതിനുള്ളിൽ നമ്മൾ ടൈറ്റാക്കി വെച്ചതിന് ശേഷം വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇതേപോലെ ക്ലിയറാക്കി വെച്ച് കൂടുതൽ കരി പിടിക്കാത്ത രീതിയിൽ കുറച്ച് ടൈറ്റായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ കരി പിടിക്കാത്ത രൂപത്തിൽ എല്ലാം ഫ്ലക്സ് പിടിക്കാൻ തന്നെ സാധ്യത കൂടുതലാണ്. അത് ഈടിനും ഉറപ്പിനും നല്ലതാണ്. തേങ്ങ കുത്തിയിട്ട് വലിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അല്ലാത്ത വശം തുരുമ്പ് കയറാനും ഒക്കെ കാരണമാണ്. ഈ 2 സൈഡിലുള്ള 2 കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി ആ കാല് ഞാൻ അതിനുള്ളിൽ അളവിന് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഇനി ആ ഭാഗം കൂടി ക്ലിയറായിട്ട് തന്നെ അടിച്ചു പിടിപ്പിക്കണം. ചെറിയ സ്പോട്ട് പോരാ. സ്പോട്ട് അടിച്ചാലൊന്നും അത് ക്ലിയർ ആവാൻ സാധ്യതയില്ല. കാരണം കുത്തി വലിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ ഭാഗവും ക്ലിയറായിട്ട് നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് ആ കാല് തന്നെ അതിനുള്ളിൽ ഇറക്കിയിട്ട് എല്ലാ ഭാഗവും ക്ലിയറായിട്ട് നമുക്ക് കറക്റ്റ് അളവ് വെച്ചതുകൊണ്ട് തന്നെ സ്പോട്ട് അടിക്കുന്നത് കറക്റ്റായിട്ട് എല്ലാ ഭാഗം പിടിക്കാൻ സാധ്യതയുണ്ട്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കരി പിടിക്കും. അതൊരു ഉറപ്പുകേടാണ്. എല്ലാ സൈഡും ഇതേപോലെ അടിച്ചു പിടിപ്പിക്കുന്നുണ്ട്. നാല് ഭാഗത്തും ക്ലിയറായിട്ട് അടിച്ചു പിടിപ്പിച്ചാൽ അത് അത്രയും നല്ലതായിരിക്കും. അതിന് കരിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കേണ്ടതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാം. ഇനി മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാരൻ്റെ മെയിൻ ഭാഗമാണ് ഇനി വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്യാപ്പൊന്നുമില്ലാതെ ചെരിവും ഒന്നുമില്ലാതെ പിരിയൊന്നുമില്ലാതെ നല്ല വൃത്തിക്ക് കട്ടാക്കി വേണം ഇത് മുകളിൽ വെക്കാൻ. ചെരിവുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെടും. ചെരിവൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ കുത്തുന്ന സമയത്ത് കയ്യിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ പൈപ്പിനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് 4 ഭാഗത്തും നല്ലപോലെ അടിച്ചു പിടിപ്പിക്കണം. ഇതിപ്പോൾ 16 kg പൈപ്പാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ സ്ക്വയർ പൈപ്പ് GI ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാനത് വാങ്ങിയത്. GI ഇത് നിലവിൽ ഞാൻ കണ്ടിട്ടില്ല, അത് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതേപോലെ ഈ മുകളിലുള്ള ഭാഗവും എല്ലാ ഭാഗത്തും
ശരിക്കും സ്പോട്ട് ചെയ്ത് പിടിപ്പിക്കണം. ഓവറായിട്ട് കത്തിക്കാനും പറ്റില്ല, കാരണം പൈപ്പ് കത്തിപ്പോവും. അതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു, വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കുകയാണ്. നമ്മൾ പാരൻ്റെ ഏതാണ്ടൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞപ്പം ഇതുപോലെയാണ് സംഭവം വന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല വൃത്തിയിലും ക്ലിയർ ആയിട്ടും തന്നെ സംഭവം നടന്നു. ഇനി നമുക്കൊരു തേങ്ങ പൊളിച്ച് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഉറപ്പുണ്ടോ അതോ എവിടെയെങ്കിലും സ്പോട്ട് അടിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തേങ്ങ പൊളിക്കുന്ന സമയത്ത് തന്നെ അറിയും. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്മൂത്തായിട്ട് തന്നെ പെട്ടെന്ന് സ്പീഡാക്കി തന്നെ പൊളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടൊന്നുമില്ല, ഇത്ര സ്പീഡിൽ തന്നെ അത് പൊളിക്കാൻ കഴിയുന്നുണ്ട്. സുഖമായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു. നിങ്ങൾക്കും ഈ വീഡിയോയിൽ കണ്ടതേപോലെ ചെയ്തിട്ട് വൃത്തിയാക്കി ചെയ്യാൻ പറ്റും, അതിലൊന്നും സംശയിക്കേണ്ട. ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. ഇനി ഞാനൊന്ന് പെയിൻ്റ് അടിച്ച് വെക്കുന്നുണ്ട്. നീല പെയിൻറ്റ് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നീല പെയിൻറ്റ് അടിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.